കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. റോമാലേഖനം തുടർച്ചയായിട്ട് നമുക്ക് ധ്യാനിപ്പാൻ ദൈവം നൽകുന്ന അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിവൃത്തിയുള്ളിടത്തോളം കടന്നു വരുന്ന നിങ്ങൾ ക്രമമായിട്ടും തുടർച്ചയായിട്ടും കടന്നു വന്നാൽ ദൈവവചനത്തിൻ്റെ ആ പഠനം, ആ കണ്ടിന്യൂവിറ്റി നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. Request all of you to regularly attend the series of Bible studies. The classes we particularly focusing on the epistle of Romans, and if you lose the connection or lose one or two classes, it may be a bit difficult to follow the logic, the argument of the Apostle Paul, because the Bible and every book of the Bible is given to be studied in its context. Nobody has any authority to pick and choose or to wrench a verse out of its context and interpret the way he or she wants it to mean. The Word of God doesn't allow for that possibility. Therefore, let us study God's Word continuously and let us understand in the right context what is written. We have been particularly focusing in chapter 2, especially verses 1 to 16, about God's judgment. And Paul is focusing on the judgment of God for a reason, because we have seen, first of all, Paul said about God's gospel, and it is the power of God unto salvation, both for the Jews and the Greek. And the reason why it is God's power, God's righteousness is being revealed in the gospel. And that is the secret. That is the power of the gospel, Paul says. And if somebody raises a question, after all, Paul, why do we all need the gospel, irrespective of our caste and creed and race, whether we are Jews or Greeks? Why do we need the gospel in the first place? That is a pertinent question. And Paul answers, because God's wrath is being revealed from heaven. And it is reasonable for the Jewish people to be proud of their own lineage, their possession of the law, the sign of circumcision, and so on and so forth. ഈ വേദഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് ആ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് തുടർന്നുള്ള വേദഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ അധ്യായം 1 മുതൽ 16 വരെയുള്ളതാകുന്ന വേദഭാഗത്ത് വിശേഷിച്ച് ദൈവത്തിൻ്റെ ആ ന്യായവിധിയെക്കുറിച്ച് പൗലോസ് പറയുന്നു. അങ്ങനെ ന്യായവിധിയെക്കുറിച്ച് പറയാനുള്ള കാരണം രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ആരംഭം, അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളവേ. അപ്പോൾ അതിൻ്റെ തൊട്ടുമുകളിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളാണ് ആ മനുഷ്യൻ, അല്ലെങ്കിൽ പൗലോസിൻ്റെ ആ സാങ്കല്പിക കഥാപാത്രം മുകളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ വെളിച്ചത്തിലാണ് മനുഷ്യരെ വിധിക്കുന്നത്. കാരണം മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും അധാർമികമാകുന്ന കാര്യങ്ങളാണ്. ആ അധാർമികമാകുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബെറ്ററാണ് എന്നുള്ളതാകുന്ന ആ ഒരു ചിന്തയാണ് മനുഷ്യർ മറ്റുള്ളവരെ വിധിക്കാനുള്ള കാരണം. എന്നാൽ പോള് ആ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞു. എന്തുകൊണ്ട് യഹൂദനും സുവിശേഷം ആവശ്യമാണ്, യവനനും സുവിശേഷം ആവശ്യമാണ്. യഹൂദന് മാത്രമല്ല, യവനന് മാത്രമല്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പാഗനായിട്ടുള്ള
അധാർമികമായിട്ട് ജീവിക്കുന്നവർക്ക് മാത്രമല്ല സുവിശേഷം വേണ്ടത്, ദൈവത്തിൻ്റെ ന്യായപ്രമാണം കയ്യിലുള്ള യഹൂദനും സുവിശേഷം ആവശ്യമാണ് എന്ന് പോൾ പറഞ്ഞു. അങ്ങനെ പറയാൻ കാര്യം, സുവിശേഷം എല്ലാവർക്കും ദൈവശക്തിയാണ്, യഹൂദനോ യവനനോ. അതിന് കാരണം ദൈവത്തിൻ്റെ നീതി സുവിശേഷത്തിൽ വെളിപ്പെടുന്നു. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ നീതി ഫ്രീ ആയിട്ട് ദൈവം സുവിശേഷത്തിൽ തരുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? അതിൻ്റെ ആവശ്യം ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുകയാണ്. ആ ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം ആരും തന്നെ, യഹൂദനാകട്ടെ യവനനാകട്ടെ, അവർക്ക് ലഭിച്ചതാകുന്ന വെളിച്ചം എന്താണോ അതിനനുസരണമായിട്ട് അവരാരും ജീവിച്ചില്ല. അപ്പോൾ അതാണ് സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ നീതി എല്ലാ മനുഷ്യർക്കും വെളിപ്പെടുത്തി നൽകേണ്ടതിൻ്റെ ആവശ്യകത. അപ്പോൾ ഒന്നാമത് ആ പേഗൻ വേൾഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാത്തവർ അവർ മറ്റുള്ളവരെ കുറിച്ച് അവർ when Paul describes about the pagan world, they are in a slippery slope because God gave them over. They are sinning and by their behavior, by their sinning itself, Paul says God's wrath is seen in their behavior. In what? In sinning more. When a man sins without any restraint and God doesn't intervene and God let him have his way, and in fact he prospers, seemingly prospers in his way, Paul says that is God's wrath. So that is the context. And some people, Jews and Gentiles included, they think they are exempt from God's judgment because we are not as evil as those people out there. That is the mentality. അപ്പോൾ സുവിശേഷം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞാൻ ഒരിക്കൽ ഓർക്കുന്നുണ്ട്, സുവിശേഷ പ്രതികളിങ്ങനെ കൊടുത്ത് ഒരു വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളെന്തിനാണ് ഇവിടെ വരുന്നത്? നിങ്ങൾ വല്ല എന്താ പറയുന്നത്, ആദിവാസികളുടെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെ സുവിശേഷം കേട്ടിട്ടില്ലാത്തടത്ത് നിങ്ങൾ പോയി പറ, നിങ്ങളെന്തിനാണ് ഞങ്ങളോട് സുവിശേഷം പറയുന്നത്? അത് അവർ ആ സുവിശേഷം റിജക്റ്റ് ചെയ്യാനുള്ള കാരണം, അവർ ചിന്തിച്ചത് ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്, ഞങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്കിതറിയാം, ഞങ്ങൾക്കിത് വേണ്ട. ആ ഒരു കാര്യം, ഈ ഒരു മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളാരും മദ്യപാന്മാരെ പോലെയോ പിടിച്ചുപറിക്കാരെ പോലെയോ അല്ല, ഞങ്ങൾ ബെറ്ററാണ്, അവരീവിളാണ്, പക്ഷെ ഞങ്ങളങ്ങനല്ല. നോക്കുക, ആ ഒരു ചിന്തയാണ് പോൾ ഇവിടെ ഡീല് ചെയ്യുന്നത്. നമ്മളത് 2-ാമത്തെ അധ്യായത്തിൽ കണ്ടു. This is the attitude of human beings. Paul exposes that in the light of God's judgment. God is going to judge. And finally we have seen verse 16. Paul said, on that day when according to my gospel. So as we have meditated last week, the judgment of God is very much a part and parcel of the gospel. Only in that dark canvas, only against that dark canvas of God's judgment upon the evil and sinfulness of humankind, the gospel shines brightly. അപ്പോൾ അതാണ് പോൾ ചെയ്യുന്നത്. ആ മനുഷ്യൻ്റെ പാപം, ആ പാപത്തിന്മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധി, ദൈവത്തിൻ്റെ ആ കണ്ടംനേഷൻ, ആ ഒരു ഡാർക്ക് ക്യാൻവാസിൽ അതിൻ്റെ എഗൻസ്റ്റായിട്ടാണ് സുവിശേഷത്തിൻ്റെ
ആ സത്യ വെളിച്ചത്തെ പോൾ ഇവിടെ പെയിൻറ് ചെയ്യുന്നത്. ആ ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. നമ്പർ 1, we have seen it is part of the gospel, and we have also seen God will judge the secret parts of every man, which means it doesn't mean every secret will be exposed. Of course, it will be clear, and there was no need for everything to be exposed because everyone will plead guilty, no doubt about that. But here, even the people who think they are right because they have done so much, because they lived an upright life in their eyes, Paul says the secrets will be judged. What does it mean? What does he mean? He means simply this: not only the action will be judged, but the motive behind the action will be judged. So that is the meaning. So judgment will come about on all the motive of so-called good works. Then nobody can stand in God's presence. And as far as we are concerned, as far as God's children, people who are born again are concerned, we have seen our comfort is our judge is also our Savior. It is through Jesus Christ God is going to judge. That is the only comfort for all of us. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ലാസ്റ്റ് വീക്കിൽ ചിന്തിച്ച് നിർത്തിയത്. ഓക്കെ, നൗ നമ്മളതിൻ്റെ 17 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കുകയും തുടർന്ന് ആ വേദഭാഗം നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം. നീയോ യഹൂദൻ എന്ന പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കിയാൽ അവൻ്റെ ഇഷ്ടമറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴി കാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്നുറച്ചുമിരിക്കുന്നുവെങ്കിൽ, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാഞ്ഞത് എന്ത്? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മതിയാവും, തൽക്കാം, പിന്നീട് നമുക്ക് ചിന്തിക്കാം. So now Paul directly addresses Jewish people. Although he had made reference to them in the previous passage, now he comes directly addressing Jewish people. And this is because Paul anticipates some of the reasonable Jewish objections. ഈ ഒരു കാര്യം അതിൻ്റെ 17-ാമത്തെ വാക്യം മുതൽ പൗലോസ് ഇവിടെ യഹൂദന്മാരെ നേരിട്ട് അവരുടെ പേരെടുത്ത് വിളിക്കുക. മുകളിൽ യഹൂദനെക്കുറിച്ചും യവനനെക്കുറിച്ചും ഒക്കെ റെഫറൻസുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ 17-ാമത്തെ വാക്യം മുതൽ അത് പറയുന്ന വേദഭാഗം മുഴുവൻ എക്സ്ക്ലൂസീവായിട്ട് യഹൂദനെക്കുറിച്ചാണ്. അപ്പോൾ ഇവിടെ Paul, he himself being a Jew, he knows what's going on in a Jewish mind when Paul says, God is going to judge you. Even if you are a Jewish person, you need the gospel because you are under the
wrath of God, the judgment of God. Only the gospel of the grace of God can save you. So Paul knows fully well what must be the Jewish objection to that. The objection of Jewish people is this. They would protest, surely, Paul, you cannot treat us like Gentile outsiders. Have you forgotten that we possess the law of God? We have been given both the law, the revelation of God, and in the following verses, circumcision. What is circumcision? Circumcision is the sign of God's covenant with us. So, this is the possible objection a Jewish person would make, when Paul has stated these things. ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു യഹൂദനാകുന്ന മനുഷ്യൻ്റെ മനസ്സിൽ അവന് ന്യായമായിട്ടുണ്ടാകുന്ന ഒരു പ്രതിഷേധമാണ് പോൾ ഇവിടെ പറയുന്നത്. കാരണം പുറത്തുള്ള ജാതികളെ പോലെ നിനക്ക് ഞങ്ങളെ ട്രീറ്റ് ചെയ്യാൻ പറ്റുകയില്ല. കാരണം നിനക്കറിയില്ലേ, ഞങ്ങളുടെ കൈവശം ദൈവത്തിൻ്റെ ന്യായപ്രമാണമുണ്ട്. ആ ന്യായപ്രമാണം എന്നുള്ളത് ദൈവത്തിൻ്റെ പൂർണ്ണമാകുന്ന തന്നെക്കുറിച്ചുള്ള വെളിപ്പാടാണ്. മാത്രമല്ല, ദൈവം ഞങ്ങളുമായിട്ടൊരു ഉടമ്പടിയിൽ പ്രവേശിച്ചതാണ്. അത് നിനക്കറിയില്ലേ? ആ ഉടമ്പടിയുടെ അടയാളമായിട്ട് ഞങ്ങളുടെ ശരീരത്തിൽ ഒരു അടയാളമുണ്ട്, പരിച്ഛേദന. നോക്കിയേ, ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു യഹൂദ ചിന്താഗതിയിൽ നിന്നും പൗലോസ് ഇവിടെ പറയുന്നത്. ഒന്ന്, വി പൊസസ് ഗോഡ്സ് ലോ, ഗോഡ്സ് ഫുള്ളർ റെവലേഷൻ. ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ന്യായപ്രമാണമുണ്ട്. ആ ന്യായപ്രമാണത്തിൽ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ തന്നിട്ടുണ്ടല്ലോ. മാത്രമല്ല, ഞങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണെന്നുള്ളതിന് ഞങ്ങൾക്ക് ശരീരത്തിൽ അടയാളമുണ്ട്. നിനക്കതറിയില്ലേ? ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? See, so when at the face of this possible objections of Jewish people, Paul, first of all, he answers that question in verses 17 to 24. He writes about God's law. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ ഒന്നാമത് 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെക്കുറിച്ച് പൗലോസ് എഴുതുന്നു. And in verses 25 to 29, he writes about the circumcision. And he insists that neither God's law or circumcision guarantee Jewish immunity from God's judgment, divine judgment. So, ഈ രണ്ട് കാര്യങ്ങളും ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്നും യഹൂദരെ എക്സംപ്റ്റ് ആക്കുന്നില്ല. അതാണ് പോൾ പറയുന്നത്. Let us look to number 1, God's law. And in verses 17 to 24, in fact, Paul is writing about the very self-consciousness and
the self-confidence of an average Jewish person. ഈ വേദഭാഗത്ത് 17 മുതൽ 24 വരെയുള്ള വേദഭാഗത്ത് ഒരു സാധാരണ യഹൂദൻ്റെ അവൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചും അവൻ്റെ സ്വയ ബോധത്തെക്കുറിച്ചും അവൻ്റെ ആശ്രയത്തെക്കുറിച്ചും he is so proud about he possessing God's law. അവൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവൻ്റെ കയ്യിലുണ്ടെന്നുള്ളതിനെക്കുറിച്ച് ഭയങ്കര അഭിമാനിക്കുന്ന വ്യക്തിയാണ്. Let us look at that passage. First, you call yourself a Jew. ആദ്യം നമ്മൾ വായിക്കുന്നത്, നീയോ യഹൂദൻ എന്ന് പേർ കൊണ്ടും. പേരിൽ ഭയങ്കര അഭിമാനിയാണ്. അതല്ലേ, ഇത് യഹൂദൻ്റെ മാത്രം പ്രശ്നമല്ല. ഈ സോ കോൾഡ് സുറിയാനി ക്രിസ്ത്യാനികളുടെയും എല്ലാത്തിൻ്റെ ഒക്കെയുള്ള അഭിമാനമാണ് അത്. ഞങ്ങൾ അങ്ങ് വലിയ ആൾക്കാരായിരുന്നു, ഞങ്ങളുടെ വല്യപ്പൻ, ഞങ്ങളുടെ വല്യപ്പൻ, ഞങ്ങൾ സിറിയയിൽ നിന്ന് വന്നവരാ, അല്ലെങ്കിൽ ഞങ്ങൾ എവിടാ എന്ന് വേണ്ട. സി, ഈ ഒരു മെൻറ്റാലിറ്റി മനുഷ്യൻ്റെ അഹന്തയിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. നോ, സോ human beings by nature are proud. Some people are so proud of their name, their family, and Jewish people are not exempt from that. They are so proud being a Jew. Why? Because a Jewish person is specially chosen by God for a special purpose. അതിൻ്റെ കാരണം, ഒരു യഹൂദനെന്ന് പറയുന്ന വ്യക്തി ദൈവം ഒരു സവിശേഷമാകുന്ന പദ്ധതിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത വ്യക്തിയാണ്. അതുകൊണ്ടാണ് they are so proud about being the chosen people, and being the chosen people, they think it is such an honorable position, being called a Jew. അതുകൊണ്ടാ യഹൂദനൊന്ന് നീ പേർ കൊണ്ടും. Secondly, you rely on the law. The law was given to you at Sinai. And you think merely possessing it is a shield against disaster. Okay? യഹൂദൻ്റെ ഒരു ചിന്ത എന്താണെന്നറിയാമോ? ഒന്ന്, അവൻ യഹൂദനാണെന്നുള്ള അഹങ്കാരം, അവൻ്റെ പേര്. രണ്ട്, സിനായിൽ വെച്ച് ദൈവം കൊടുത്ത ന്യായപ്രമാണം അത് ഞങ്ങളുടെ കയ്യിലുള്ളതുകൊണ്ട് അത് ഇറ്റ് ഈസ് എ ഷീൽഡ് അഗെൻസ്റ്റ് ഡിസാസ്റ്റർ. വേദപുസ്തകം തലയോണക്കീഴെ വെച്ച് കിടന്നുറങ്ങുന്നവരൊക്കെ ഉണ്ടല്ലോ, ഇവിടില്ലായിരിക്കും, നാട്ടിലുണ്ട്, ഇല്ലേ? അതിൻ്റെ കാര്യം എന്നാ? ബൈബിൾ എടുത്തത് അല്ലെങ്കിൽ there are some people out there who keep a Bible under their pillow when they sleep. അതിൻ്റെ കാര്യം എന്നാ? അത് വേദപുസ്തകം, ഈ പ്രിയപ്പെട്ടവരെ, ഇത് കേവലം പേപ്പറും ഇങ്കുമാണ്.
മനസ്സിലാക്കണം. ഓഫ് കോഴ്സ് വി മസ്റ്റ് ട്രീറ്റ് എനി ബുക്ക് വിത്ത് റെസ്പെക്റ്റ്. No, that's another thing. But people think, ഇവർ ചിന്തിച്ചെന്നറിയാം, ഞങ്ങളുടെ കയ്യിൽ ന്യായപ്രമാണമുണ്ട്, പിന്നെ ഒരു കുഴപ്പമില്ല. This is what exactly happened. I'll give you an illustration in 1 Samuel. In 1 Samuel, we read about the people of Israel, going to war against Philistines. And we know what happened. They were soundly beaten. And when they were beaten, they discussed among themselves, why we were beaten by the Philistines. You know the reason? Because the Ark of the Covenant is not with us. So let's go and get the Ark of the Covenant. And we know the story. See, പലപ്പോഴും മനുഷ്യരുടെ ചിന്ത എന്നാണെന്നറിയാമോ? Many a times people think, because I am such and such a person, and I have this, I have done that, I am okay. And because I did something that is against, that will shield me against disaster or something like that. നമ്മൾ ഈ നാട്ടിലെ പ്രൈവറ്റ് ബസ്സുകൾ കണ്ടിട്ടുണ്ടോ? അവിടെ കുറഞ്ഞത് 3 ദൈവത്തിൻ്റെ ചിഹ്നമുണ്ട്, മിക്കവാറും എല്ലാത്തിനകത്ത്. കാരണം ഏതേലും ഒന്നൊത്തില്ലേ അടുത്തത്. ഇത് മനുഷ്യൻ്റെ ഒരു നേച്ചറാണ്. Jewish people are no different, Paul says. And third, you brag about your relationship to God. Verse 17 again. നീയോ യഹൂദൻ എന്ന പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും. See, appo why he is bragging, he boasts in God, because he says, I have, being a Jew and possessing God's law, I have a special relationship to God. I'm not like the other people. Okay? Either because they think this is, we have a monopoly of God. We have a monopoly of God. That's what Jewish people think. Thought, not now. They thought in Paul's day. പൗലോസിൻ്റെ കാലത്ത് യഹൂദന്മാർ ചിന്തിച്ച അങ്ങനെയാണ്. അവർ യഹൂദൻ എന്ന പേര് ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുക. കാരണം ന്യായപ്രമാണം ഞങ്ങൾക്ക് കിട്ടി, അത് ഞങ്ങളെ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കും. 3, ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ദൈവവുമായിട്ടൊരു പ്രത്യേക ബന്ധമുണ്ട്. ആൻഡ് ഫോർത്ത്, 4, ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കിയാൽ അവന്റെ ഇഷ്ടം അറിഞ്ഞും. So you know his will. So what is God's absolute will? Paul says, you know it. What is his absolute will? Love your God. That's the fundamental thing. You know God's will. നിനക്ക് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ നിന്ന് നീ പഠിക്കുന്നത് കൊണ്ട് നിനക്കെന്തോ അറിയാം? ദൈവത്തിൻ്റെ ഇഷ്ടമറിയാം. ദൈവത്തിൻ്റെ ഇഷ്ടമറിയാം. And fifthly, you approve of what is superior. ഇല്ലേ? ഒന്ന് വായിച്ചേ. ഭേദാഭേദങ്ങൾ വിവേചിച്ചും. ഭേദാഭേദങ്ങളെ നീ എന്ത് ചെയ്യുന്നു? വിവേചിക്കുന്നു. നിനക്ക് വിവേചിക്കാൻ അറിയാം. ഇന്നതാണ്, ഇന്നത് കൊള്ളാം, ഇന്നതല്ല
ഇതൊക്കെ നിനക്കറിയാം. യു നോ ഇറ്റ്. ആൻഡ് സിക്സ്ത്, ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട്. സോ why you have this moral discernment? Why you approve that which is good and reject that which is bad? You know that, and how come you know it? Paul says, you are instructed by the law. ഇല്ലേ? സോ ന്യായപ്രമാണത്തിൽ നിന്ന് നീ പഠിക്കുന്നത് കൊണ്ടാണ് നിനക്ക് എന്തോ ഉള്ളത്, ഭേദാഭേദങ്ങൾ വിവേചിക്കാനായിട്ട് കഴിയുന്നത്. ഓക്കെ, അതിൻ്റെ അടുത്ത കോൺസിക്വൻസ് എന്താ? അടുത്തത്, നിനക്ക് ലഭിച്ചത് കൊണ്ട് നീ കുരുടർക്ക് വഴി കാട്ടുന്നവൻ. സോ യു ആർ കൺവിൻസ്ഡ്, you are competent to teach others. അല്ലേ? ന്യായപ്രമാണത്തിൽ നിന്ന് ഈ ഹിതമെല്ലാം മനസ്സിലാക്കി എനിക്കിതെല്ലാം അറിയാം. സോ ഐ നോ ഹൗ ടു ടീച്ച് അതേഴ്സ്. സോ യു ആർ എ ഗൈഡ് ഫോർ ദ ബ്ലൈൻഡ് ആൻഡ് എ ലൈറ്റ് ഫോർ ദോസ് ഹു ആർ ഇൻ ദ ഡാർക്ക്. വേഴ്സ് 19 വായിച്ചു. നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴി കാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ. സോ ലുക്ക് അറ്റ് ദാറ്റ്. നീ കുരുടർക്ക് വഴി കാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് നീ എന്താണ്? വെളിച്ചം. ഈ ഇരുട്ടിലുള്ളവർക്ക് നീ വെളിച്ചം ആണ് എന്ന് പറയുന്നത് സത്യത്തിൽ ദിസ് വാസ് ദ കോളിംഗ് ഗിവൺ ടു ദ പീപ്പിൾ ഓഫ് ഇസ്രയേൽ. And people of Israel is pictured as the servant of the Lord in the 40th chapter onwards in the book of Isaiah. യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒന്ന് വായിച്ചോളൂ. Isaiah 42 verse 6, 49 and 6. യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്ന് അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. So the calling of Israel as a nation, now they are called as the servant of the Lord collectively. ഒന്നിച്ചവരെ വിളിച്ചേക്കുന്നത് ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ. പിന്നീട് ആ ദാസൻ്റെ ആരാണെന്ന് 50-ാം അധ്യായം വരുമ്പോൾ അത് മെസ്സയാണെന്ന് വരുന്നുണ്ട്. എന്നാൽ ഇവിടെ യഹൂദന്മാരെ കുറിച്ച് ജനറലായിട്ട് പറയുകയാണ്, എൻ്റെ ദാസൻ. നിന്നെ ഞാൻ എന്തിനാ വിളിച്ചേ? കുരുട്ട് കണ്ണുകളെ തുറപ്പാനും. ലുക്ക് അറ്റ് ദാറ്റ്. കുരുട്ട് കണ്ണുകളെ തുറക്കുക, പിന്നെ ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും. നീ കുരുട്ട് കണ്ണുകളെ തുറക്കുന്നു, നീ ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചമാണ്, കുരുടർക്ക് വഴികാട്ടിയാണ്. ഇതെല്ലാം നീ ഇത് നിമിത്തമായിരിക്കുന്നു. ഓക്കെ. ആൻഡ് വേഴ്സ് 20. പലതും കണ്ടിട്ടും നീ സൂക്ഷിക്കുന്നില്ല. സോറി, 2 റോമൻസ് 2:20. ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചുമിരിക്കുന്നെങ്കിൽ ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ. So they are being instructed from the law. They have been taught from the law. They know God's will, and being taught they teach others. So since they have been called collectively as the servant of the Lord who teaches the Gentiles, who gives light to the people who are in dark, who opens the blind eyes, who are living in sin, the Gentiles. So this is the position. This is the privileges. Okay. ഈ പദവി ഇത് തങ്ങൾക്കുണ്ട്. പക്ഷെങ്കിൽ there are dangers of religion.
റിലീജിയൻ എന്ന വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മതഭക്തിയിൽ ഉൾപ്പെട്ടിരിക്കുന്നതാകുന്ന അപകടത്തെക്കുറിച്ചാണ് പോൾ പറയുന്നത്. എന്താണ് അപകടം? പോൾ സേസ്, you do not live up to the knowledge you have received. Why? വായിച്ചു, അതങ്ങ് വായിച്ചു പോകാം. ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാഞ്ഞത് എന്ത്? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? Look at that. പോള് 4 ബേസിക്കായിട്ടുള്ള കമാൻഡ്മെൻറ്റ്സിലെ 4 കാര്യങ്ങൾ, വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, മോഷ്ടിക്കരുത്, പരസംഗം ചെയ്യരുത്, പിന്നെന്താ, അങ്ങനെ 4 കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഇല്ലേ? മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, പിന്നെ ദൈവത്തെ നിങ്ങൾ ഓണർ ചെയ്യണം ഇല്ലേ? ഓണർ യുവർ ഗോഡ്. ആ 4 കാര്യങ്ങൾ എടുത്തേച്ച് പോൾ പറയുക, യു ഫെയിൽ ഇൻ ഓൾ ഓഫ് ദിസ്. ഹൗ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സി, എനി പേഴ്സൺ, anybody, be it a Jew, be it a Gentile, be it the most upright person, nobody can fulfill the demands of God's law, because the primary demand of God's law is given to them. Be ye holy just as I am, your God is holy. No one can live. And in fact, Jewish people, by their practice, and as that very saying goes, familiarity breeds contempt. ഇത് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് യഥാർത്ഥത്തിൽ ദൈവവുമായിട്ട് ബന്ധമില്ലാതെ ഇതിങ്ങനെ കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, എങ്ങനെ വേണേൽ ജീവിക്കാം, ആ ഒരവസ്ഥയിലേക്ക് മനുഷ്യർ ആകുകയാണ്. അതാണ് റിലീജിയോസിറ്റിയുടെ പ്രശ്നം, മതഭക്തിയുടെ പ്രശ്നം. യഹൂദന് സംഭവിച്ചത് അതാ. അപ്പോൾ പറയുക, നീ ഈ കാര്യങ്ങളിലൊക്കെ എന്തായിരിക്കുന്നു, നീ you don't live up to the knowledge you received. Why? Chapter 2 and verse 13. Romans 2:13. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. That is a hypothetical statement. In fact, ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. See, that is an ideal statement. It is those who obey the law who will be declared righteous. But the problem is, because of sin, no one can live. Chapter 3 and verse 20. 3:20. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. This is the problem. Even then you have this law, you have this fuller revelation. Paul says, നിങ്ങൾക്ക് പൂർണ്ണമാകുന്ന വെളിച്ചം നിങ്ങൾക്ക് കിട്ടി, പക്ഷെങ്കിൽ ന്യായപ്രമാണം ചെയ്യുന്നവൻ ജീവിക്കും, കാര്യം ശരിയാ, പക്ഷെ ന്യായപ്രമാണം ചെയ്യാൻ ആർക്കും ഒക്കത്തില്ല. സോ യു നീഡ് ഗോസ്പൽ. മനസ്സിലാകുന്നുണ്ടോ? അതാ പോളിൻ്റെ ആർഗ്യുമെന്റ്. വൈ Jews and Gentiles, both of them need the gospel. Paul says, nobody, no person ever except our Lord Jesus Christ lived perfectly fulfilling the law of God. No one else. യേശു കർത്താവല്ലാതെ ആരും ന്യായപ്രമാണത്തിൻ്റെ നീതി സമ്പൂർണ്ണമായിട്ട് നിവർത്തിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മളിങ്ങനെ പറയാറുണ്ട്, ഓൾഡ് ടെസ്റ്റ്മെന്റ് സൈൻസ് എല്ലാം ന്യായപ്രമാണത്താൽ അല്ല.
പോൾ 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാം എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടതെന്നറിയോ? വിശ്വാസത്താല. അബ്രഹാം, ഈവൻ Abraham, Moses, all those saints of the Old Testament, when they were sacrificing, when they were observing the law's demands and so on, and they knew it fully well, they could not fulfill the righteous requirements of the law in their flesh. They acknowledged it, but they simply trusted in the promises of God, looking forward to the cross, and thereby they have been justified. നോക്കണം, പഴയ നിയമത്തിലുള്ള ആ വിശുദ്ധന്മാരും ന്യായപ്രമാണത്താൽ അല്ല നീതീകരിക്കപ്പെട്ടത്, പിന്നെ കൃപയാൽ വിശ്വാസത്താല. യഹൂദൻ എന്തോ ചിന്തിച്ചെന്നറിയാമോ? സാധാരണ യഹൂദൻ ചിന്തിച്ചത് അവർ പരിച്ഛേദന ഏറ്റതുകൊണ്ടാ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തതുകൊണ്ടാ അവർ നീതീകരിക്കപ്പെട്ടത്. ഇന്ന് ഇതിൻ്റെ വേറെ ഒരു കോപ്പി ഉണ്ട്. എവിടാ? നമ്മുടെ ഇടയിൽ തന്നെ. എന്താ അത്? മോനെ രക്ഷിക്കപ്പെടണം കേട്ടോ, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? നീ എണ്ണീറ്റ് അങ്ങ് പറഞ്ഞാൽ മതി ഇന്ന് മുതൽ. പിന്നെ മോനെ എന്താ? പിന്നെ മക്കളെ നീ സ്നാനപ്പെടണം. സോ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഇപ്പം എങ്ങോട്ട് പോകാൻ നിൽക്കുക? നോ. പോൾ അത് പറയുന്നുണ്ട്. നമ്മൾ അടുത്ത ആഴ്ച ആ വിഷയത്തിലോട്ട് വരും. ഞാനതുകൊണ്ടാണ് പറയുന്നത്. the devil doesn't want everyone hear this. That's why not many of us are here. അത് നമ്മൾ മനസ്സിലാക്കണം. Nobody, absolutely no one can be justified by the works of the law. Only God's righteousness, God's beautiful, absolute righteousness revealed in the gospel, only that can save a sinner. Only that can save a sinner. അതാ പോൾ പറഞ്ഞു വരുന്നത്. മനസ്സിലാക്കണം. ഇതാണ് ആ ആർഗ്യുമെൻ്റ്. റോമാലേഖനം പോൾ ഇത് പറഞ്ഞു വരുമ്പോൾ ഈ ഒരു ആർഗ്യുമെൻ്റാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, നൗ ഇൻ വേഴ്സ് 23. ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? You who brag about the law, which the Jews did, verse 17. You brag. Okay, you boast. And Paul asked them, do you dishonor God by breaking the law? Verse 23. നീ ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? And verse 24. നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദൂഷിക്കപ്പെടുന്നു. How do you dishonor God? Paul turns the tables on them. They brag about having such a relationship with God, having a monopoly on God, have possessed the law of God given in Sinai, and the evidence of God's covenant with them, the circumcision, and so on and so forth. But Paul says in verse 24, God's name is blasphemed among the Gentiles because of you. And you know the quotations. Isaiah, this is a combination of the quotation from Isaiah 52:5 and Ezekiel 36:22. യെശയ്യാവ് 52:5 അതുപോലെ എഹെസ്കേലിൻ്റെ പ്രവചനം 36:22 ചേർന്നുള്ളതാകുന്ന ഒരു കൊട്ടേഷനാണ്. ഒന്ന് വായിച്ചോളൂ, പെട്ടെന്നൊന്ന് വായിച്ചോളൂ. ഇപ്പോഴോ എന്റെ ജനത്തെ വെറുതെ പിടിച്ചുകൊണ്ടു പോയിരിക്കുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യേണ്ടു എന്ന് യഹോവ അരുളി ചെയ്യുന്നു.
അവരുടെ അധിപതിമാർ മുറയിടുന്നു. എന്റെ നാമം ഇടവിടാതെ എല്ലായ്പ്പോഴും ദുഷിക്കപ്പെടുന്നു. Why? So God's name is blasphemed. Why? This is exactly what happened. I referred to the incident in 1 Samuel. Okay. ഇവർ പ്രവാസികളായി, because they are exiles, because they are in a foreign country, and they were slaves of a foreign king, and people look at them, oh, a Jew, look at that. This is exactly what happens when a so-called Pentecostal boy or girl, man or woman, do not live a righteous and holy life. God's name is being blasphemed. Okay. Because they were in a foreign land. And it is not simply the military defeat that is in question here, that is described here. Rather, the moral defeat of his people. And that's how God's name is blasphemed among the Gentiles. ഇല്ലേ? അപ്പോൾ പോൾ പറയുക, നോക്ക്, see how magnificently he weaves together the Old Testament scriptures and present his argument. Of course, he has the knowledge of the law and the prophets, but more than that, it is God's Holy Spirit inspiring him to write as he did. അല്ലേ? ഇത് പഴയ നിയമത്തിൽ നിന്നുള്ള ആ കൊട്ടേഷൻസ് ഒക്കെ എടുത്ത് പൗലോസ് എത്ര മനോഹരമായിട്ടാണ് ഇത് ചേർത്തിണക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അതിൻ്റെ പിന്നിൽ പോളിനെ കൊണ്ടിങ്ങനെ എഴുതിപ്പിക്കുന്നത്. പോൾ പറയുക, സേ because you do not live up to the knowledge you have received, God's name is blasphemed among the Gentiles. This is what always happens when we do not live up to the knowledge, when we move along the crowd in the workplace, in the college, where we are, wherever God places us. When we move along with the crowd, we do not have a higher value system among them. And let them know, because we serve a God, we do not want to compromise on that. Let the people know. Otherwise, what will happen as a result? God's name is blasphemed. ദൈവത്തിൻ്റെ യഹോവയുടെ നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. So now, it is absolutely clear. We will study further next week. It is absolutely clear. Nobody is exempt from God's judgment. വളരെ കൃത്യമായിട്ട് പൗൽ പറയുക, why we need the gospel. എന്തുകൊണ്ട് സുവിശേഷം വേണം? പൗൽ പറയുക, എല്ലാവർക്കും വേണം. കാരണം കൃപയാൽ വിശ്വാസത്താൽ മാത്രമേ രക്ഷയുള്ളൂ. ഒരു കർമ്മവും രക്ഷിക്കുകയില്ല, ഒരു പേരും രക്ഷിക്കുകയില്ല, ഒരു പ്രിവിലേജും രക്ഷിക്കുകയില്ല. വി ഓൾ നീഡ് ഗോസ്പൽ. നമ്മുടെ കണ്ണുകളെ, ലെറ്റ് us close our eyes tonight again. നമുക്ക് വീണ്ടും ദൈവസന്നിധാനത്തിൽ നമ്മെ തന്നെ കേട്ട വചനങ്ങളെ ഓർത്തുകൊണ്ടും നമ്മെ കർത്താവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിച്ചും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് തന്ന പ്രിവിലേജസ് എത്ര വലുതാണെന്ന് ഓർക്കാം. ദൈവത്തിൻ്റെ നമ്മോടുള്ള കരുണ എത്ര വലുതാണെന്ന് ഓർക്കാം. നാം അങ്ങനെ കർത്താവിൻ്റെ കരുണയെ ഓർത്ത് ദൈവകൃപയിൽ ആശ്രയിച്ച് വിശ്വാസത്താൽ കൃപയാൽ ജീവിക്കുമ്പം ദൈവനാമം നമ്മിൽ മഹിമപ്പെടും. അല്ല, കേവലം ചില പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അൾട്ടിമേറ്റ്ലി ദൈവനാമം ദുഷിക്കപ്പെടുകയുള്ളൂ. കൃപയാൽ
ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ നമുക്കിടയാകട്ടെ. കാരണം ദൈവത്തിൻ്റെ ന്യായവിധി എന്നുള്ളത് യാതൊരു മുഖപക്ഷവുമില്ലാത്തതാണ്. ഒരു ഫേവറിറ്റിസവും ഇല്ല, യവനനെന്നില്ല, യഹൂദനെന്നില്ല, യാതൊരു ഫേവറിറ്റിസവും ഇല്ല. ആകയാൽ ആ കർത്താവുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത് എന്നുള്ള തിരിച്ചറിവിൽ ദൈവം മുൻപാകെ ദൈവത്തിന് പ്രസാദകരമായി ജീവിപ്പാൻ കൃപയാൽ വിശ്വാസത്താൽ നമുക്കിടയാകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാം.